ടൊമാറ്റോ കെച്ചപ്പ് ബർഗറിൻ്റെ കൂടെയും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന് മെയിനായിട്ട് പഞ്ചസാരയാണ് യൂസ് ചെയ്യാറ്. നമ്മളിതിൽ ശർക്കര ഏറ്റവും ട്രഡീഷണൽ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ വളരെ റഫായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളി പാനിലേക്ക് ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ചെറിയ പീസ് ബീറ്റ്റൂട്ടിൻ്റെ ചെറിയൊരു സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ട് നമ്മൾ റഫായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് അല്പം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് കറുകപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ പീസ് ഓനിയൻ റഫായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, അല്പം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്, വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. പൊട്ടും 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 പൊട്ടി. അയ്യോ, ഇത് നമ്മളൊരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരല്പം വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അടച്ച് വെച്ച് വളരെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നല്ല രീതിയിൽ കുക്കായിട്ട് വരും. ഇനി നമ്മളിത് നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമ്മളിത് അടിച്ചെടുക്കുകയാണ്. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ നല്ല രീതിയിൽ ഇത് പേസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു അളവിലാണ് നമ്മളിതിനെ പേസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാനിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാണ്ട് തന്നെയാണ് പേസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലോ ഫയറിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒരല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ആപ്പിൾ വിനാഗറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ വരും. നമ്മളിതിലേക്ക് സാധാ വിനേഗറാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റിനുള്ളിൽ ശർക്കര എല്ലാം മെൽറ്റായി നല്ല രീതിയിൽ കുക്കായിട്ട് വരും. അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാവുന്നതാണ്. നാളുകളോളം ഇത് ഉപയോഗിക്കാം. ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ബൗളിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്.